പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. കരയല്ലേ കരയല്ലേ കണ്ണുനീരു ചൊരിയല്ലേ, കരഞ്ഞിട്ട് ഫലം മോനേ, ജീവിതം നഷ്ടപ്പെട്ട വ്യസനത്താൽ ഞാനുമെത്ര കരയണം മോനെ നിന്നെ പോലെ, കരയണം മോനെ നിന്നെ പോലെ. കരയല്ലേ കരയല്ലേ കണ്ണുനീരു ചൊരിയല്ലേ, കരഞ്ഞിട്ടെന്താണു ഫലം മോനെ, എന്റെ ജീവിതം നഷ്ടപ്പെട്ട വ്യസനത്താൽ ഞാനുമെത്ര കരയണം മോനെ നിന്നെ പോലെ, കരയണം മോനെ നിന്നെ പോലെ. കമ്പനി വണ്ടിയിൽ അവനെ അവർ റൂമിലെത്തിച്ചു. ജോലിയും കഴിഞ്ഞ് രാത്രി റൂമിലെത്തിയ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നടാ പുതിയ ജോലി? ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മടുത്തു. എനിക്കിപ്പോ നാട്ടിൽ പോണം. എന്ത്? എനിക്കിപ്പോ നാട്ടിൽ പോണം. എടാ അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഓരോരോ ടെൻഷൻ മാറാനാ ജോലി കഴിഞ്ഞ് റൂമിൽ വരുന്നത്. അപ്പഴാ ഇങ്ങനെ ഓരോ ടെൻഷൻ. അതൊന്നും എനിക്ക് പറയണ്ട. എനിക്കിപ്പോ നാട്ടിൽ പോണം. ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് മരിക്കും. എടാ നിന്റെ ഒരു ഒറ്റ നിർബന്ധത്തിന് വിസ എടുത്ത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിന്നെ ഞാൻ അറിയിച്ചല്ലേ? അപ്പോഴും പറഞ്ഞാ ഞാൻ പോരണ്ടാന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്, ആ പോരണ്ടാ പോരണ്ടാന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്, പോരണ്ടാ പോരണ്ടാന്ന്. ഗൾഫുകാരൊക്കെയും നാട്ടില് വന്നിട്ട് ചെത്തി നടക്കണ കണ്ടിട്ട്, ചെത്തി നടക്കണ കണ്ടിട്ട് നിനക്കും അങ്ങനെ ചെത്തി നടക്കാൻ പൂതി വച്ചൊരു നേരത്ത്, പൂതി വെച്ചൊരു നേരത്ത് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്, ആ പോരണ്ടാ പോരണ്ടാന്ന്. പഠിപ്പൊന്നും ഇല്ലാതെ ഓടി വന്നിട്ട് കാര്യമൊന്നും ഇല്ലെന്ന്, കാര്യമൊന്നും ഇല്ലെന്ന്. പണിയൊന്നും അറിയാതെ ഗൾഫില് വന്നാൽ തേരാപാര നടക്കൂന്ന്, തേരാപ്പാര നടക്കൂന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്, ആ പോരണ്ടാ പോരണ്ടാന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്, അന്നോട് പോരണ്ടാ പോരണ്ടാന്ന്. അപ്പൊ അന്ന് നീ അത് കേട്ടില്ല. ഇനിയിപ്പോ എന്തായാലും വന്നു. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് അങ്ങോട്ട് പോവാൻ നോക്ക്. ഈ എന്താ വിചാരിച്ച് അനക്ക് മാത്രം ബുദ്ധിമുട്ടുള്ളൂന്നാ? ഇവിടെ പുറത്തൊന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്കണോ, അപ്പൊ അറിയാ കാര്യങ്ങള്. വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ നായകനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഇതാ പോകുന്ന ഒരാള്. ആളെ കുട്ടി വിളിക്കുക, മാഷേ ഒന്നിവിടെ വന്നേ. അല്ല, ഞങ്ങൾ ഈ ഗൾഫിലെ ആളുകളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. നിങ്ങൾ ഇവിടെ വന്നിട്ട് വർഷത്തിലായി? ഞാൻ കാലം കുറേയായി. അയാൾ പറഞ്ഞു. അല്ല എന്നിട്ട് വല്ലതും സമ്പാദിച്ചോ? ഞാനോ സമ്പാദിക്കേ? ആ കാര്യം പറയാതിരിക്കേ ഭേദം. എന്താന്ന് കേക്കണോ നിങ്ങക്ക്? ദുരിതമെന്തെന്നറിഞ്ഞു ഞാൻ ഇവിടെ വന്ന നാട് തൊട്ട്, എത്ര ജോലികൾ ചെയ്തിട്ടും ഒരു ഗതിയും ഇന്നില്ല. അയ്യോ എനിക്കു നാട്ടിൽ പോകാനൊത്തില്ല, അയ്യോ എനിക്കു നാട്ടിൽ പോകാനൊത്തില്ല. സ്നേഹമുള്ള സ്പോൺസറോട് നാട്ടിൽ പോകാൻ ആശ വെച്ച് എത്ര ചോദിച്ചിട്ടും മറുപടി ലീവ് തന്നില്ല. അയ്യോ എനിക്കൊരു റിയാലും തന്നില്ല, അയ്യോ എനിക്കൊരു റിയാലും തന്നില്ല. അങ്ങനെ ഒരാളുടെ അനുഭവം കേട്ടപ്പോ തന്നെ നമ്മുടെ നായകന് ഏതാണ്ടൊക്കെ പിടുത്തം കിട്ടി. പിന്നെയും ആളുകൾ കെടുക്കല്ലേ, അന്വേഷണം തുടരുകയാണ്. കണ്ടോ, ഇനി വീരാൻക്ക് വരുന്നുണ്ട്. വീരാൻഖാനെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. അസ്സലാമലൈക്കും. അലൈക്കും സലാം. കൈഫാലക്. സെയിം. ഇക്ക എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? നമ്മൾ ആ ഹോട്ടൽ നടത്തുന്ന കാരണം അറബിയും കുട്ടികളും സുഖമായിട്ട് കഴിയുന്നു. എന്താ? അറബി മാസം മാസം വാടക വാങ്ങിക്കുന്നു.
കുട്ടികൾ തോന്നുമ്പോ വന്ന് ഭക്ഷണം കഴിച്ചു പോണു. അല്ലേക്കാ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ നാട്ടില് വീട് പണിയുടെ കാര്യം പറഞ്ഞിരുന്നില്ല. എങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞാ? പിന്നെ കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ആ വീട് വെച്ച്. എന്നിട്ട് കടമൊക്കെ വീട്ടിയാ? കടം വീട്ടി വന്ന ഒരു നിവൃത്തില്ലാണ്ടായപ്പോ നമ്മൾ ആ വീട് വിറ്റ് കടം വീട്ടി. ഇപ്പൊ കട ഇല്ലട്ടോ. അപ്പൊ വീടോ? വീട് വിറ്റിട്ടല്ലേ നമ്മൾ കടം വീട്ടിയത്. സാരമില്ലേക്കാ, ഒക്കെ നന്നാവും. ആ പ്രതീക്ഷയില 25 കൊല്ലായിട്ട് നമ്മൾ ഇവിടെ തന്നെ നിക്കണത്. നമ്മൾ അങ്ങോട്ട് പോട്ടെ. ശരി, അസ്സലാമു അലൈക്കും. കണ്ടോ, ഇതുപോലെ എത്ര പേരാ ഈ ഗൾഫിൽ ജീവിക്കണെന്ന് അറിയോ? ഗൾഫിൽ കൊല്ലം കുറെ ആയിട്ടും ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ വരണ്ട മനസ്സുമായിട്ട് കഴിയുന്നു എത്രയോ പ്രവാസികൾ. ജീവിതം അങ്ങോട്ട് ഉരുകി തീരാന്നറിഞ്ഞിട്ടും ഗൾഫ് ജീവിതത്തെ പ്രണയിച്ചിരിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. നാട്ടിലേക്ക് പോയാലോ ഇനി എന്താ ചെയ്യാന്നുള്ള ചിന്താഭാരമായിട്ട് കഴിയാണ് പലരും. ഇവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്ഥിതി എന്താണെന്ന് അറിയോ? നെഞ്ചിനുള്ളിൽ തീയാണ്, നാടു മുഴുവൻ കടമാണ്, നാട്ടിൽ ചെന്നാൽ എന്തു ചെയ്യും ഞാൻ സോദരാ. ഇതാണ് പലവരുടെയും സ്ഥിതി. ഇതിനു പുറമെ വേറെ ചിലവരുണ്ട് 19 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇനി ഞാൻ ഗൾഫിലേക്കേ ഇല്ല എന്നും പറഞ്ഞ് നാട്ടിൽ വരണവര്. എവിടെ 2 കൊല്ലം കഴിയുമ്പോ പുതിയ വിസ എടുത്തത് ആ പോണു. പിന്നെ ഈ പോക്കിലെങ്കിലും ഒന്ന് നന്നാവണം എന്നാ മനസ്സിലെ. കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയില്ല. ഇക്കണ്ട കാലം ഗൾഫിൽ നിന്നിട്ട് ഒന്നും സമ്പാദിച്ചില്ല എന്ന് നാട്ടുകാർ പരിഹസിച്ചാലോ എന്ന് പേടിച്ച് നിൽക്കണവരുണ്ട്. മറ്റു ചിലവരുടെ പരിപാടി എന്താണെന്നറിയോ? എല്ലാ വിഷമവും സഹിക്കാൻ കൂട്ടുകാരോടൊക്കെ ഒത്തുചേർന്ന് വെള്ളടിച്ച് ബോധം നശിപ്പിച്ച് കിടന്നുറങ്ങുക. വെള്ളടിച്ച് ബോധം നശിച്ച ആരും ഒന്നും അറിയില്ല എന്നല്ലോ ഇവരുടെ വിചാരേ. എവിടെ നിന്ന് നേരാവാനാ വെള്ളടിച്ച? പ്രത്യേകിച്ച് ഗൾഫില് നേരാവോ? മറ്റു ചില ആൾക്കാരുടെ പണി എന്താണെന്നറിയോ? കടം പെരുകി 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 ഒന്നിനും പറ്റാണ്ടാവുമ്പോ ഒരു കഷ്ണം കയറെടുത്തിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുക. അങ്ങനെ ഓരോരോ കഥകളും നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ നായകന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീ എന്താ പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നു, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാ നീ കരുതിയത്? എടാ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതൊന്നും ഒളിച്ചോടുകയല്ല വേണ്ടത്. എന്നെ നോക്ക്, വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും ഉള്ള വരുമാനം കൊണ്ട് ഞാൻ സന്തോഷത്തിൽ ജീവിക്കുന്നത് നീ കണ്ടില്ലേ? ഈ ഗൾഫിൽ പോയി കാശുണ്ടാക്കിയവരൊക്കെ സൂചിച്ചു കഴിയാന്നാ നീ കരുതി? പിന്നെ കാശുണ്ടാക്കി വീട്ടുകാരും വേണ്ട കൂട്ടുകാരും വേണ്ടാന്ന് കരുതി നെഗളിച്ച് നടക്കണവരൊക്കെ ഉണ്ട്. ഒരൊറ്റ നിമിഷം മതി മോനെ എല്ലാം തകരാൻ. പണ്ട് മിനറൽ വാട്ടറിൽ കുളിച്ച് നടന്നവരൊക്കെ ഇന്ന് പച്ചവെള്ളം കുടിക്കാൻ ഗതിയില്ലാണ്ട് തെക്കും വടക്കും നടക്കുക. അതുകൊണ്ട് ഇല്ലായ്മയില് ദുഃഖിക്കാണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇപ്പൊ പറഞ്ഞു മനസ്സിലായല്ലോ. ഇനി മനസ്സിലായില്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ക്ഷമിക്കട, ചില ദുർബല നിമിഷത്തിൽ ഹരിതാത്ത എന്തൊക്കെയോ പറഞ്ഞു പോയി. എനിക്ക് മാപ്പ് താടാ. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് മിക്ക പ്രവാസികളുടെയും കഥ. ജീവിതം എന്ന് പറഞ്ഞ സുഖവും ദുഃഖമൊക്കെ കൂടിക്കലർന്നതാ. അല്ലാതെ എനിക്ക് മാത്രം എന്താ അങ്ങനെ കഷ്ടപ്പാടെന്നും പറഞ്ഞിരിക്കാതെ ദൈവ തമ്പുരാന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ തൽക്കാലം ഞാൻ വിട പറയാണ്. അസ്സലാമു അലൈക്കും.